ഇതിനകത്തുണ്ട്. ആ കൊടുത്ത കൂടെ കാണുകയില്ല, ഇതിനകത്തുണ്ട്. പേപ്പർ തരാം. ഇത് വളരെ എളുപ്പമാണ്. സെറിബ്രോസ്പൈനൽ മെനഞ്ചൈറ്റിസ്, അതും വളരെ കൂടി വന്ന ഒരു രോഗിയാണ്. അതിന് വരിയാതി കഷായം, ചെയ്യരുതാത്ത പണിയാണ് ചെയ്തത്. സർപ്പഗന്ധാദി ചൂർണം, അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുള്ള 75 ദിവസം രോഗിക്ക് കൊടുത്തത്. കൊടുക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. രോഗിയിൽ ഏതെങ്കിലും വിധത്തിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്ന് തോന്നിയാൽ പണലിൻ്റെ വേര് ചേർത്ത് കൊടുക്കണം. രോഗിയിൽ ഏതെങ്കിലും തരത്തിൽ കിടക്കുകയാണെങ്കിലും ഒരാത്മഹത്യക്കുള്ള പ്രവണത വരുന്നുണ്ടോ എന്ന് നോക്കണം. വരിയാതി കഷായത്തിലായതുകൊണ്ട് അത് വരാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കണം. ചരകം പറയുന്നുണ്ട്, ഗ്രന്ഥത്തിൽ ഇല്ലാത്തതാണെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പീരീഡിൽ മരുന്നുകൾ കൊടുക്കാം. ബുദ്ധി നല്ലപോലെ ഉപയോഗിക്കണം, അപകടമാവരുത് ഒരു കാരണവശാലും. പിന്നെ വന്ന ഒരു രോഗി എൻകഫാലൈറ്റിസ് ആണ്. മറ്റത് 75 ദിവസം ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു മരുന്നുമില്ല. വരിയാതി കഷായവും സർപ്പഗന്ധാദി ചൂർണം. ഇപ്പം നിങ്ങൾക്ക് സർപ്പഗന്ധാദി ചൂർണം വേണമെന്നില്ല. കാരണം വെച്ചാൽ പെറ്റൻ്റ് നോർമാലിന് അതൊരെണ്ണം ചേർത്ത് കൊടുത്താൽ ഫലവത്താണ്, ഒരുമാതിരി നല്ലപോലെ ഫലവത്താണ്. അത് ചേർത്ത് കൊടുത്ത് നോക്കാവുന്നതാണ്. പിന്നുള്ളത് ഒരെണ്ണം എൻകഫാലൈറ്റിസ് ആണ്. അത് 6 മാസം അഷ്ടവർഗം കഷായത്തിൽ ദശമൂല ഹരിതകി ചേർത്ത് കൊടുക്കുക മാത്രമാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പഴയ ഫയലാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു 4000 രൂപയുടെ മരുന്ന് എഴുതി കൊടുക്കും. ശങ്കൊന്നുമില്ല അത്, കാരണം കൊടുത്തില്ലെങ്കിൽ പറ്റില്ല. അഷ്ടവർഗത്തിലെ ദശമൂല ഹരിതകി ധാന്വന്തരം വെഴുപ്പാകും, വളരെ ഫലപ്രദമായിരുന്നു. മറ്റത് ഒരു മയോപ്പിയയാണ്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ അവരെ എനിക്ക് സൗകര്യം പോരാത്തത് കൊണ്ട് കോരിത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് വിട്ട് തർപ്പണം ചെയ്യിപ്പിക്കുകയായിരുന്നുവോ, ഡോക്ടർ ഗംഗാധരൻ്റെ അടുക്ക് വിട്ട് തർപ്പണം ചെയ്യിപ്പിക്കുകയായിരുന്നുവോ എന്നെനിക്ക് നല്ല ഓർമ്മ പോരാ. ജീവന്ത്യാദി ഘൃതം കൊണ്ടുള്ള തർപ്പണം മാത്രമാണ് ഇത്. മയോപ്പിയ മാറുകയും ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പൈസയുടെ മരുന്ന് അകത്ത് കൊടുത്തിട്ടില്ല, ഒരു പൈസയുടെ മരുന്ന് അവരെ കൊണ്ട് വേറെ ചെലവഴിപ്പിച്ചിട്ടില്ല. തർപ്പണം മാത്രം. സ്ത്രീകളിൽ വരുന്ന വന്ധ്യത 90% ധാന്വന്തരം വെഴുപ്പാകം കൊണ്ട് മാറും. സ്നേഹപാന മുറയിൽ കൊടുത്താൽ 100% വിശ്വസിക്കാം. പിന്നുള്ളത് ഫൈബ്രോയിഡ്. അത് ഒരുപാട് കേസുണ്ട്. ഒരു 100-100ലധികം പേരുടെ പേര് ചുമ്മാ കാണാപ്പാടമായി പറയാവുന്ന വിധത്തിൽ അത്രയധികം ഫലം കിട്ടിയിട്ടുള്ളതാണ്. അതിന് കൊടുവേലി ശുദ്ധി ചെയ്ത ചൂർണം മതിയാവും. വരണാദി കഷായത്തിൽ രസസിന്ദൂരവും കൊടുവേലി ശുദ്ധി ചെയ്ത ചൂർണവും. പിന്നെ കൊടുക്കേണ്ടത് മൊസാമ്പി നീര്, നെല്ലിക്കാനീര്, ഇന്ദുപ്പ്, സ്വർണ്ണഭസ്മം. അങ്ങനെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഹോമിയോപ്പതിയുടെ ഓറമ്മർ നാട്ടം വളരെ ഫലപ്രദമാണ്. അത് മാത്രമായാലും മതി. ഒറ്റ മരുന്ന് കൊടുത്താൽ പോകും. ചെറുതൊക്കെയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പോകും. അത് ഫൈബ്രോയിഡ് ആയാലും പോകും, സിസ്റ്റ് ആയാലും പോകും. പിന്നെ തളിർവാദം, പാരാലിസിസ്, അതിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്നത് ഉൾപ്പെടെ പന്നി നെയ്യിൽ ധാന്വന്തരഘൃതം കാച്ചി കൊടുക്കുക. കാട്ടുപന്നി നെയ്യിൽ ആ ധാന്വന്തരഘൃതത്തിൻ്റെ യോഗം കാട്ടുപന്നി നെയ്യിൽ കാച്ചുക, കഴിക്കാൻ കൊടുക്കുക. അയ്യോ, അത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തു പോകും.
പക്ഷെ അതൊക്കെ ഈ നാട്ടിലുണ്ട്. കിട്ടുകയില്ലാത്ത സാധനമല്ല. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ നിയമേനയുള്ളതാണ്. നിയമേന അല്ലാത്തതെല്ലാം നാട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അത് ആ രോഗികളോട് പറഞ്ഞാൽ മതി, അത് സംഘടിപ്പിക്കുക, വീട്ടിൽ വെച്ചുണ്ടാക്കി തരാം. നിങ്ങൾ താമസിക്കുന്നിടത്ത് ഉണ്ടാക്കരുത്, തൊട്ടടുത്തുള്ള വൈദ്യന് ഒറ്റും. മനസ്സിലായില്ല? നിങ്ങൾ ഇതൊക്കെ ഒന്നിച്ചിരുന്ന് കേട്ടാലും ശരി, ഇത് കേട്ടെഴുതിക്കൊണ്ട് പോയിട്ട് നിങ്ങളിൽ ഒരുത്തൻ കൊടുത്തു ഒരുത്തന് കുറവ് കിട്ടിയാൽ ആ കുറവ് കിട്ടിയതിൽ സന്തോഷിക്കുകയും ആയുർവേദം വളരുന്നു എന്ന് വിശ്വസിക്കുകയായിരിക്കില്ല. തൊട്ടപ്പുറത്തിരുന്ന് ഉടനെ ഒരു പെറ്റീഷൻ എഴുതും, ഇവൻ്റെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിറ്റേ ദിവസം രാവിലെ പോലീസ് അവിടെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം മരുന്നുകൾ നിങ്ങളുടെ ഫാർമസിയിലോ നിങ്ങളിരിക്കുന്ന ക്ലിനിക്കിലോ കാണരുത്. അതുകൊണ്ടാണ് ഈ തൻ്റെ ഇടമായിട്ടും പരസ്യമായിട്ടും പറയുന്നത്. ഇല്ലെങ്കിൽ പെശകാണ്. ഞാനിവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും അവിടെ റെയ്ഡായിരിക്കും. ഇതൊക്കെ രോഗിയുടെ വീട്ടിൽ കൂടുതലുണ്ടാക്കിയാലും സൂക്ഷിക്കേണ്ടത് രോഗിയുടെ വീട്ടിൽ. വേറെ ഏതെങ്കിലും രോഗിക്ക് കൊടുക്കണം, 10 രൂപ കിട്ടണം എന്ന് തോന്നിയാലും രോഗിയുടെ വീട്ടിൽ വെക്കുക. പതുക്കെ വരുന്ന രോഗിക്ക് ഒരു മരുന്ന് എഴുതി കൊടുക്കുക, അവിടെ പോയി മേടിച്ചോളാൻ പറയുക, കാശ് അവിടെ കൊടുത്തേക്കാൻ പറയുക, അതിനൊരു പങ്ക് മേടിച്ചോളൂ. മതേടി ഞാൻ പറഞ്ഞതെന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അവരോട് പറയുക ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കറിയാം ഇതെവിടെയാണ് കൊണ്ട് വെക്കേണ്ടതെന്ന്. നിങ്ങളെക്കാളൊക്കെ അവർക്കറിയാം. കാരണം അവരാവശ്യക്കാരാണ്. മനസ്സിലായതെന്നറിയാം. ആവശ്യക്കാരൻ എല്ലാ ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ടാവും. ആവശ്യം കൊണ്ടാണ് അവൻ കഷ്ടപ്പെട്ട് ഓടി വരുന്നത്. അവൻ ഏത് കാറ് പിടിച്ചു വരുന്നതും എവിടം വരെ വരുന്നതും ഏത് സ്ഥലത്തെത്തി നിങ്ങളെ കാണാൻ നോക്കുന്നതും അവൻ ജീവൻ ആവശ്യമായതുകൊണ്ടാണ്. ജീവന് വേണ്ടിയാണ് ഓടുന്നത്. ഇനി അവൻ അകത്തേക്ക് പോകാനും തയ്യാറുമാണ്. ഇനി ആരെങ്കിലും ഓഫീസർമാർ വന്നാൽ, അത്യാവശ്യം വേണ്ടി വന്നാൽ അവരെ പിടിച്ച് 4 പൂശാനും അവൻ തയ്യാറാണ്. കാരണം ജീവൻ പോകാൻ കിടക്കുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് നിയമമൊക്കെ അവരുടെ തലയിൽ കൊടുക്കുക, നമ്മളായിട്ട് ഏറ്റെടുക്കരുത്, ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞെന്നില്ല എന്ന് നാളെ പറയരുത്. ഇതിൻ്റെ പേര് നാളെ തോക്കും എടുത്തു പോയി പന്നിയെ വെടിവെക്കാനും അകത്തുവാനും ഒക്കെ ഇടയായിട്ട് ആ സ്വാമി വന്ന് പഠിപ്പിച്ചിട്ടാണ് എന്നൊന്നും പറയാനിടയാവും. തളർവാദത്തിന് ഏറ്റവും നല്ല മരുന്നാണ് ഇത്. കൂടാതെയും ഫലം കിട്ടും. അഷ്ടവർഗം കഷായത്തിൽ ഗോരോചനാദി 2 നേരം, കൊടിത്തൂവ വേര്, ചിറ്റമൃത്, ചുക്ക്, പർപ്പടകപ്പുല്ല് കഷായം, അമൃതോത്തരം കഷായം. ഇതൊക്കെ ഒരു ഓർഡറിൽ കൊടുത്താൽ മതി. അഷ്ടവർഗം കഷായത്തിൽ ഇന്ദുകാന്ത ഘൃതം ചേർത്ത് അത് രാവിലെ കൊടുക്കുക. ഹിങ്കു ത്രിഗുണ തൈലം വൈകുന്നേരം കൊടുക്കുക. ഇതിൽ ഈ അഷ്ടവർഗം കഷായത്തിൽ ഇന്ദുകാന്തം ഘൃതവും രാവിലെയും ഹിങ്കു ത്രിഗുണ തൈലം വൈകുന്നേരവും കൊടുക്കുന്ന ഈ യോഗം, അതുപോലെ തന്നെ രാവിലെ ഗന്ധർവസ്ഥാദി ആവണക്കെണ്ണ ഒരു 15 ml കൊടുക്കുക, പുറകെ ഒരു ചായ കൊടുക്കുക. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ അഗസ്ത്യ രസായനം കൊടുത്ത് ഒരു ചായ കൊടുക്കുക. അതും 15 ഗ്രാം കൊടുക്കണം. MND മാറി കിട്ടും. ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊന്നും മാറില്ല. 2 ആഴ്ച കൊടുത്തിട്ട് മാറിയില്ല എന്ന് വിചാരിക്കരുത്. കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്ത് വരും. ആ ഇഴച്ചിൽ വർത്തമാനത്തിലെ ആദ്യം മാറും, നടപ്പിൻ്റെ രീതി മാറും, പേശിക്ക് ബലം വരും, രോഗി പൂർണ്ണമായി സുഖപ്പെടും. അതിലങ്ങ് ഉപാസിച്ച് കൊടുത്താൽ മതി. ഈ തളർവാദത്തിന് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഈ അഷ്ടവർഗവും ഇന്ദുകാന്ത ഘൃതവും അതിന് കൊടുക്കാവുന്നതും കൊടുത്തിട്ടുള്ളതും ഫലം കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ഇടവിട്ട് അതുകൂടെ പറഞ്ഞു പോയത്. പരിണാതി കൈര്യാദി തൈലം ദേഹത്ത് വരട്ടാൻ കൊടുക്കുക. ധാന്വന്തരം മെഴുപ്പാകം അകത്ത് കൊടുക്കുക. പിന്നെ പൂർണ്ണ തളർച്ചയിലാണെങ്കിൽ ദശമൂല ബൃഹത്യാദി ദശമൂല കടുത്രയ നയോപായം, അങ്ങനൊരു കഷായം. രോഗത്തിനൊരു ഈഷത് ഭേദം ഉണ്ടാവും. ബൃഹത്യാദിയും ദശമൂലവും കടുത്രയവും നയോപായവും കൂടെ മിക്സ് ചെയ്തതല്ല, ഈഷത് ഭേദം ഉണ്ടാവും. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, കുറിപ്പ് അതിനകത്തുണ്ട്. വളരെ ഫലപ്രദമായ കഷായമാണ്. 50 കൊല്ലമായി തളർന്നു കിടക്കുന്ന എഴുന്നേക്കാൻ വയ്യാത്ത രോഗി ഏറ്റുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു എങ്കിൽ ആ കഷായം വെച്ച്, മരുന്നെല്ലാം വാങ്ങിച്ചു വെച്ച്, പ്രിസർവേറ്റീവ് ചേർക്കരുത്. അതുകൊണ്ട് ആ കുറിപ്പ് കൊടുത്തുവിടുന്ന പ്രിസർവേറ്റീവ് ചേർക്കാൻ പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള മരുന്നുകൾക്ക് കുറിപ്പ് കൊടുത്തുവിടുകയാണ്. അതൊക്കെ പ്രിൻ്റഡായി തന്നെ കൊടുക്കുന്നത് അതുകൊണ്ടാണ്.
കഷായം വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല യോഗം ആ കഷായം വെച്ച് രാവിലെ കഷായത്തിൽ മലര് പൊടിച്ചതും യോഗരാജ ഗുൽഗുലുവും ചേർക്കുക, വൈകുന്നേരം ക്ഷീരബലയർ ഒരു 10 ദിവസം 15 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചു കൊടുക്കുക. രാവിലെ ക്ഷീരബല ചേർക്കുക, വൈകുന്നേരം മലരും യോഗരാജ ഗുൽഗുലുവും ചേർക്കുക. അല്ലെങ്കിൽ ആദ്യം മറ്റത് കൊടുക്കുക, രണ്ടാമത് കൊടുക്കുക. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയാൽ അത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. ബൃഹത്യാദി ദശമൂല കടുത്രയ നയോപായം. വൈകുന്നേരം മലരും യോഗരാജ ഗുൽഗുലും, രാവിലെ ക്ഷീരബലയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. മാറിയും കൊടുത്തിട്ടുണ്ട് മുമ്പ്. ഇനി ക്യാൻസർ പ്രോസ്റ്റേറ്റ്. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് 1-2 എണ്ണത്തിൻ്റെ സിസ്റ്റം കാണിച്ചു തന്നിട്ട് ബാക്കി നിങ്ങൾ ബുക്ക് റെഫർ ചെയ്ത് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞിരിക്കുന്നു. ക്യാൻസർ പ്രോസ്റ്റേറ്റ്, ബൃഹത്യാദി ചന്ദ്രപ്രഭ, തഴുതാമ പടവലൻ 2 എണ്ണം മാത്രം ചേർത്ത് കഷായം, ദശമൂല ഹരിതകീ ലേഹ്യം, ഗുൽഗുലു തിക്തക ഘൃതം,